മിടുകന്മാർ. ഈ പണം തിരിച്ചിട്ടുവെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല. കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ ബോയ്സ്. സുന്ദരേശ തുറക്കടാ. ഓക്കെ. എന്താണ് കാണുന്നത്? ഇയാളെങ്ങനെ പെട്ടി കയറി? ഇത് തീർന്നിറക്കണ കേട്ടാ. പെട്ടി കണ്ടാൽ അറിഞ്ഞൂടാ നിനക്കൊക്കെ. അവന്മാർ പണം മുഴുവൻ തട്ടിയെടുത്ത് നമ്മൾ ചീറ്റ് ചെയ്താണ്. ഞങ്ങൾ വിചാരിച്ചു ശവമാണെന്നല്ലേ. എന്താണ് മാമനോടെ മെഡിക്കൽ കോളേജ് വല്ലതും തുടങ്ങാൻ പോണ്ട ശവം മേടിച്ച് സൂക്ഷിക്കാൻ? എന്തൊരു നാറ്റം മാമാ. നമുക്കിത് ഫോറൻസിക് സൈലന്റ് വാലിയിൽ അയച്ചു കൊടുത്ത് ടെസ്റ്റിംഗ് നടത്തിയാലോ? പാപ്പിച്ചേട്ടന്റെ ബോഡി കയ്യിൽ നിന്ന് പോയി എന്ന് കരുതി നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. ഡെഡ് ബോഡി എവിടെയെങ്കിലും പൊങ്ങിയാൽ നമ്മൾ ആകെ കുടുങ്ങും. തിയേറ്ററിൽ ഇക്കിളി കൂട്ടും പെണ്ണിന്റെ പ്രിന്റും നമ്മളെയും കാണാനില്ല എന്ന് വരുമ്പോ തന്നെ സ്വാമിയുടെ അടുത്ത് ആളിയല്ലോ. അവിടെ ഇല്ലാന്ന് അറിയുമ്പോ വീട്ടിലേക്ക് ആളയക്കും. പിന്നെ പാപ്പിച്ചേട്ടനെ കൂടെ കാണാനില്ല എന്ന് വരുമ്പോ പ്രശ്നമായ ഗുരുതരമാവും. അയ്യോ, വീട്ടിലാളിയെന്ന് എല്ലാരും അറിയും. സരിത അറിഞ്ഞാലുള്ള സ്ഥിതി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് നമ്മൾ പാപ്പിച്ചേട്ടനെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഫിലിംപെട്ടിക്ക് അകത്ത് നിന്ന് കിട്ടിയ രൂപ ഒളിപ്പിച്ചു വെച്ചു എന്നൊരു തെറ്റല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഏതായാലും സ്വാമിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് വരെ നമുക്ക് പോയാലോ? അവിടുത്തെ സ്ഥിതി ഒന്ന് അന്വേഷിക്കാം. ചേട്ടാ, അത് കൂടുതൽ പുലിവാലാവൂലേ? നമുക്ക് പോയി നോക്കാം. നീ മുറിയിലേക്ക് വരണ്ട. ഞാൻ പോയി അറിയാത്ത വിധത്തിൽ അന്വേഷിച്ചിട്ട് വരാം. എന്നാ വാ. ഐ എം സോറി. ഈ ടെൻഷൻ്റെ ഇടയ്ക്ക് ഞാൻ സൂസന്റെ കാര്യം മറന്നു. എന്നെ ഹോട്ടലിൽ തന്നെ കൊണ്ടുവിട്ടുള്ളൂ. അങ്ങോട്ടല്ലാതെ എനിക്ക് വേറെ പോകാൻ ഇടമില്ല. ഇല്ല, ഇനി ഒരിക്കലും സൂസനെ ഞാൻ അങ്ങോട്ട് അയക്കില്ല. സൂസൻ എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. എന്താ ഇത്? ഇക്കിളി കൂട്ടും പെണ്ണ് ദന്നിയിൽ വെച്ചിരുന്നതല്ലേ? പിന്നെ എങ്ങനെ ഈ പെട്ടി ഇവിടെ വന്നു? നാരായണ, നാരായണ, ഇതാരും ഇവിടെ കൊണ്ടുവച്ചു? ഞാൻ കണ്ടില്ല സ്വാമി. കണ്ടില്ലെന്നോ? പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? അല്ല, പെട്ടി വലുതാണല്ലോ. ഇനി സിനിമാസ്കോപ്പ് പടായിരിക്കോ? നീ ഇതൊന്ന് തുറന്നേ. എന്റെ ഈശ്വര, ഇതൊരു ഡെഡ് ബോഡി ആണല്ലോ. മത്തായി, പ്രദീപേ, രാഘവ, ഓടി വായോ. എന്താ സ്വാമി? എന്താ സ്വാമി? എന്തുണ്ടായി? എന്ത് പറ്റി? എന്താ സ്വാമി ഇത്? എനിക്കൊന്നും അറിയില്ല. പെട്ടി തുറന്ന് നോക്കിയപ്പോ ഒരു ഡെഡ് ബോഡി. സ്വാമി ഉടനെ പോലീസിൽ അറിയിക്കണം. പോലീസിൽ അറിയിച്ച എനിക്ക് വല്ല കുഴപ്പമുണ്ടാവോ? അറിയിച്ചില്ലെങ്കിലേ കുഴപ്പം. സ്വാമി വേഗം ഫോൺ ചെയ്യും. ഹലോ, പോലീസ് സ്റ്റേഷൻ. നമുക്ക് ആദ്യം ഓഫീസിൽ ചെന്ന് നടന്നത് എന്താണെന്ന് സ്വാമിയോട് തുറന്നു പറയാം. എന്നിട്ട് ഇന്ന് തന്നെ വണ്ടി തിരികെ കൊടുക്കാം. ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കണോ? ഈ വണ്ടി ഉള്ളതുകൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇന്ന് കൊടുത്തില്ലെങ്കിൽ ഇനി വണ്ടി കേസ് വേറെ വരും. സൂസൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ഇവിടെ വേറെ ആരാ ഉള്ളത്? നാരായണൻ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല സാർ. നിങ്ങൾ മിണ്ടണ്ട. ഞാൻ വരുമ്പോ കൂടി ഉണ്ട്. ഞാനിങ്ങോട്ട് വരുമ്പോ ഓഫീസിന്റെ വാതിൽക്കൈ പെട്ടി ഇരിപ്പുണ്ടായിരുന്നു. ഈ കണ്ണാടിയുള്ള ചേട്ടൻ. അവരും എനിക്ക് വരും. ആകെ പ്രശ്നമായി. ആൾക്കൂട്ടം പോലീസും. പാപ്പിച്ചേട്ടന്റെ ബോഡി ഇവിടെ പെട്ടിക്കകത്ത്. അയ്യോ, അതെങ്ങനെ ഇവിടെ വന്ന്? ആർക്കറിയാം? ആ സ്വാമിയുടെ ഇൻസ്പെക്ടർ ചോദിച്ചോണ്ടിരിക്കുക നമ്മുടെ രണ്ടുപേരുടെ കാര്യമാണ്. നമ്മൾ ഇനി ഇവിടെ നിന്നാ കുഴപ്പം. വേറെ രക്ഷപ്പെടാം. ഇപ്പൊ ഞാൻ പറഞ്ഞെന്തായി? അവര് നിസ്സാരക്കാരല്ല. എത്ര പെട്ടെന്നാണ് ഡെഡ് ബോഡി സ്വാമിയുടെ ഓഫീസിൽ എത്തിച്ചത്. ഇവർക്ക് കള്ളപ്പണത്തിന്റെ കുഴൽപ്പണത്തിന്റെ ഏർപ്പാട് മാത്രമായിരിക്കില്ല, അധോലോകവുമായിട്ട് വരെ ബന്ധമുള്ള ഗ്യാങ് ആയിരിക്കും അവര്. അവന്മാരുടെ കാര്യമൊന്നുമല്ല പ്രശ്നം. ഇതിപ്പോ ചെയ്യാത്ത കുറ്റത്തിന് സർക്കാർ നമ്മളെ തൂക്കിക്കൊല്ലും. നീ ഇങ്ങനെ പേടിച്ചാലോ? പേടിയൊന്നുമില്ല, ഒരു ഉൾക്കിടില്ല. അതിന് തന്നെ പേടിയെന്ന് പറയുന്നത്. അർത്ഥമൊന്നും തന്നെ, പക്ഷെ ഫീലിങ്സ് വ്യത്യാസമുണ്ട്. എടാ, പാപ്പിച്ചേട്ടനെ കൊന്നതും അവന്മാര് തന്നെയായിരിക്കും. ഇനി അഥവാ ആണെങ്കിൽ എത്രയും വേഗം സത്യം കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ അകത്തു പോകും. അവന്മാരല്ലേ അത്? അതെ. അപ്പൊ ഇത് തന്നെ ആയിരിക്കും അവന്മാരുടെ സങ്കേതം. നമുക്കൊന്നും നോക്കിയാലോ? വേണ്ട, രണ്ടാളും കൂടി പോണ്ട. പിടിച്ചാൽ രണ്ടും അകത്താവും. ഞാൻ പതുക്കെ ചെന്ന് നോക്കാം. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞാൻ ഓടി വരും. നീ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ. അവന്മാരുടെ കണ്ണിപ്പെടാതെ നോക്കണം. ഞാൻ സൂക്ഷിച്ചോളാം.
എന്റെ അനുജൻ കൂടി എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിക്രമൻ ഒരു വിലസ്തേനെ. എന്റെ മനസ്സ് ഇപ്പോഴും പറയുന്നു, അവനെ എനിക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന്. അനിയനെ കാണാതെ പോയിട്ട് വർഷം 20 കഴിഞ്ഞില്ലേ? ഇപ്പൊ അവനെ കണ്ട നിങ്ങൾക്ക് തിരിച്ചറിയാൻ പോലും പറ്റിയെന്ന് വരില്ല. അതായത് കണ്ടോ, പിള്ളേരെ പിടുത്തക്കാർ തട്ടിക്കൊണ്ടുപോയ സമയത്ത് അവന്റെ കഴുത്തിൽ ഇതേപോലെ ലോക്കറ്റുള്ള ഒരു മാലയുണ്ടായിരുന്നു. കയ്യിൽ ശ്രീകൃഷ്ണ രൂപം പച്ചകുത്തിയിട്ടുണ്ട്, താഴെ പ്രസാദ് എന്ന പേരും. അവനെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് നമ്മുടെ ജോത്സ്യൻ തറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട്. എന്റെ അനുജന് വേണ്ടി ഞാൻ പോകാത്ത സ്ഥലങ്ങളേ ഇല്ല. കലക്കി. ഇപ്പോ ഞാൻ വിക്രമന്റെ കാണാതായ അനിയൻ പ്രസാദ്. അനിയനാണെന്നും പറഞ്ഞ് നീ എങ്ങനെ അകത്ത് കയറി പറ്റും? അതിനൊക്കെ ഞാൻ വഴി കണ്ടു വെച്ചിട്ടുണ്ട്. കാര്യമൊക്കെ കൊള്ളാം, രണ്ടുപേരും അവിടെ പോയി കുടുങ്ങരുത്. രണ്ടുപേരും ഒന്ന് പറയണ്ട, സാംസൺ അവിടെ പോയി കുടുങ്ങി പോകരുത് എന്നല്ലേ ഭവതി പറഞ്ഞതിന്റെ ധ്വനി? ഹൈ 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 ഹൈ. മതി മതി, നീ ഷർട്ട് എടുത്തിട്ട്. അത് മാത്രമല്ല, വരുന്നുണ്ട്, തുടങ്ങി. നോക്കി വേണം. പൊട്ടന്റെ അടിക്ക് ഒരു മയമില്ലെന്ന്. ആരാടാ പൊട്ടൻ? നീ അല്ല, ഞാൻ ഇങ്ങോട്ട് നീ ആശിച്ച മാലകളൊന്നും ഈ ടൈഗർ നേടാതിരുന്നിട്ടില്ല പട്ടി. ഇവനെന്റെ മാല പൊട്ടി ചോരാൻ ശ്രമിച്ചു. ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം സാർ, പ്ലീസ് സാർ. പോയി സാർ, ഓടിയവൻ. നീ ആരാ? ഞാനൊരു അനാഥനാണ് സാർ, പേര് പ്രസാദ്. അനിയ, ഞാൻ നിന്റെ ജ്യേഷ്ഠനാ വിക്രമൻ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം സ്കൂളിൽ വെച്ച് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അനിയനാണ് നീ. ഓർക്കുന്നുണ്ടോ? ഞാനെല്ലാം ഓർക്കുന്നു. വിക്രമൻ ചേട്ടൻ ഇത്രയും വലുതായോ? എന്ത് പൊക്കം! നിന്നെ ആരാ തട്ടിക്കൊണ്ടുപോയത്? കിഡ്നി പിടുത്തക്കാര് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കിഡ്നി എടുത്ത് വിൽക്കുന്ന ഒരു സംഘമാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത്. അവർ എന്റെ കിഡ്നി എടുക്കാൻ നോക്കിയപ്പോ എന്റെ കിഡ്നിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് പറഞ്ഞ് അവർ എന്നെ വെറുതെ വിട്ടു. സുഭാഷിണി, സുഭാഷിണി, ദാ വരുന്നു. ഇതാണ് നിന്റെ ചേട്ടത്തി. ആരാ ഇത്? എനിക്ക് എന്റെ അനിയനെ തിരിച്ചു കിട്ടി, എന്റെ പ്രസാദിന്. ഇതാ പച്ച, ഇത് ഗോൾഡ്. അനിയ, ഈ പൊണ്ണ ആരാ ജ്യേഷ്ഠ? ദേവി ചേച്ചിയുടെ മകൻ സുന്ദരേശൻ. ഇതാണ് നിന്റെ കൊച്ചുമാമൻ. പണ്ട് കാണാതായ അവൻ തന്നെ. അതെ, എല്ലാ പ്രൂഫും ഉണ്ട്. അനിയ, നാളെ നിന്റെ ബർത്ത്ഡേ ആണ്, 25ാം ജന്മദിനം. സിൽവർ ജൂബിലി. യാ, അത് നമുക്ക് ഗംഭീരമായി ആഘോഷിക്കണം. വിത്ത് സീമ മദ്യം. യാ, വിത്ത് ടീയേഴ്സ്. ഇനിയിപ്പോ കരഞ്ഞിട്ടെന്താ കാര്യം? ചെറുപ്പം മുതലേ അവനെ ലാളിച്ചു വഷളാക്കിയത് നീ ഒറ്റ എഴുത്തിയ. ഇനി വരുന്നൊക്കെ അനുഭവിക്കന്നെ. ഒരെറുമ്പിനെ പോലും നോവിക്കാത്തവനാ എന്റെ മോൻ. അവൻ അങ്ങനൊന്നും ചെയ്യില്ല. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവനെന്തിനാ ഒളിവ് നടക്കുന്നത്? പത്രത്തിൽ വന്നെന്ന് കരുതി സത്യം എന്താണെന്ന് ആർക്കറിയാം? ഇനി പോലീസുകാരുടെ മാറുമോ? അവൻ എവിടെയുണ്ടെന്ന് നിങ്ങൾ ചെന്ന് അന്വേഷിക്കേ. എന്താ സംഭവിച്ചതെന്നറിയാലോ? ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? പറഞ്ഞ സമയത്ത് പാർട്ടിക്ക് ക്യാഷ് എത്തിക്കാത്തതുകൊണ്ട് നമ്മളോട് അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക. ആ റെപ്രസെന്റേറ്റീവ്മാരാണ് പണം എടുത്തിരിക്കുന്നത്. അവന്മാർ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് പണവുമായേ നിങ്ങൾ തിരിച്ചു വരാവൂ. എതിർത്താൽ തട്ടിക്കളയാൻ മടിക്കണ്ട. ഒരു കാര്യം മാത്രം ഓർത്തോ, ഇക്കാര്യത്തിൽ ഇനിയൊരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കേണ്ടി വരരുത്. ഓക്കെ? കുറച്ചുകൂടെ ഒഴിക്കട്ടെ ചെറിയ മാമ. മാമയാ? ഞാൻ നിന്റെ ബ്രോക്കറാണോടാ കുട്ടിത്താവാങ്ങ? എടാ, ഇവിടെ നടക്കണ എന്താണെന്ന് അറിയാൻ വേണ്ടിയാ
ഞാൻ ഈ പച്ചയും കുത്തി വന്നിരിക്കുന്നത് ദാ ഇതൊക്കെ വരച്ചു വെച്ചതാ. ദാ ഈ ശ്രീകൃഷ്ണനെ കണ്ട വെള്ളം തൊട്ടാ മാഞ്ഞു പോവും. നിനക്ക് വല്ല പച്ചയും കുത്തനാടെ? എനിക്ക് ശ്രീകൃഷ്ണനൊന്നും വേണ്ട, പിന്നെ അമിതാഭ് ബച്ചനെ മതി. ഓക്കെ, ഞാൻ സാംസണെ വിട്ട പിന്നെ ഫിലിം റെപ്രസെന്റേറ്റീവ് സാംസൺ അല്ല. അയാളെ എനിക്ക് അറിഞ്ഞൂടാ, അയാളെ എനിക്ക് യാതൊരു പരിചയമില്ല. നമ്മൾ തമ്മിൽ സംസാരിച്ചൊന്നും വേറെ ആർക്കും പറയണ്ട. നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ, ഏതായാലും വിക്രമന്റെ സംഘത്തിൽ നുഴഞ്ഞു കയറാൻ പറ്റിയതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി. പാപ്പിച്ചേട്ടന്റെ കൊലപാതകത്തിൽ അയാൾക്ക് യാതൊരു പങ്കുമില്ല. പിന്നെ ആരാണ് കൊല ചെയ്തിരിക്കുന്നത്? പോലീസ് നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് യഥാർത്ഥ കുറ്റവാളികളെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. പോലീസിന്റെ ജോലി നമ്മൾ ഏറ്റെടുക്കാനോ? രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അത് വേണ്ടി വരും. കൊള്ളാം. പോലീസ് തന്നെ നമ്മളെ തപ്പി നടക്കുമ്പോ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഒരു പോലീസ് മോഡൽ ഇൻവെസ്റ്റിഗേഷൻ. എടാ, അതല്ലാതെ വേറെ വഴിയില്ല. നമുക്ക് ആ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടികളൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. തിയേറ്ററിൽ ചെന്ന് അവർ പോലീസിൽ വിവരം അറിയിക്കില്ലേ? എന്നാൽ നമുക്ക് ആദ്യം ആ പാപ്പിച്ചേട്ടന്റെ അസിസ്റ്റന്റ് കൃഷ്ണൻകുട്ടിയെ രഹസ്യമായി ചെന്നൊന്ന് കണ്ടാലോ? അത് കറക്റ്റ്. അവന്റെ കയ്യിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഹിന്റ് കിട്ടാതിരിക്കില്ല. ഇതാ പാപ്പിച്ചേട്ടന്റെ അസിസ്റ്റന്റ് കൃഷ്ണൻകുട്ടിയില്ലേ? ഇവനാണ് ആകെ മാറിയിരിക്കുന്നല്ലോ. നീ ഇവിടെ ഇരുന്നോ, ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. കൃഷ്ണൻകുട്ടി, വാഴക്കുളത്തൊരു തിയേറ്റർ കൊടുക്കാനുണ്ട്, നമുക്കൊന്ന് നോക്കിയാലോ? കാശ് മുടക്കുള്ള ഒരു ഏർപ്പാടും തൽക്കാലം വേണ്ട. ഇത്രയും കാശ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാ നീ എന്തിനാ എങ്ങനെ പേടിക്കുന്നത്? ആ റെപ്രസെന്റേറ്റീവ്സ് മുന്നിൽ നടക്കുന്നിടത്തോളം കാലം നിന്നെ ആരും സംശയിക്കാൻ പോകുന്നില്ല. പതുക്കെ പറയടാ, വെള്ളം അടിക്കുന്നതിന് മുമ്പ് തലയ്ക്ക് പിടിച്ച. എന്താ നിന്റെ പരിപാടി? എടാ, എന്താ നിന്റെ പരിപാടിന്ന്? കുറച്ച് നാള് നമുക്ക് വല്ല ബോംബെയിലോ മദ്രാസിലോ മാറിയിരിക്കാം. അതല്ലേ ബുദ്ധി. സാറിനെ അന്വേഷിച്ച ആളൊന്നിരിക്കുന്നു. ആരാ? ആരാന്ന് പറഞ്ഞില്ല, എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന്. അവിടെ ഹലോ, നമ്മളാണോ വിളിച്ച? ആരാടാ പാപ്പിച്ചേട്ടനെ കൊന്നത്? എനിക്കറിയില്ല. മാന്യമായി അവമാനിച്ചോണ്ടല്ലോ. കൂടുതൽ ഒച്ച ബഹളമൊന്നും വേണ്ട. ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്താ ഉണ്ടായെന്ന് പറ. എനിക്കറിയില്ല എന്ന് പറഞ്ഞല്ലേ? കൈ തറ പട്ടി. നിന്നെ കൊണ്ട് പറയിക്കാൻ ഞങ്ങളൊന്നും ഞാൻ പറയാം. നിങ്ങൾ ഫിലിം പെട്ടിയുമായി വന്നന്ന് ഭക്ഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ചാക്കേട്ട് മരിച്ചടിച്ച് നിങ്ങൾ രണ്ടുപേരും തിയേറ്ററിന് പുറകിലുള്ള കുറ്റിക്കാട്ടിലേക്ക് പോകുന്നത് പാപ്പിച്ചേട്ടൻ കണ്ടത്. പാപ്പിച്ചേട്ടൻ അത് എന്നെയും വിളിച്ച് കാണിച്ചു. ചാക്കിൽ കൊണ്ടുപോയി വെച്ചാൽ എന്താണെന്ന് അറിയാൻ ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ചു. സെക്കൻഡ് ഷോ കഴിഞ്ഞ് നിങ്ങളെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചാക്കിനടുത്തെത്തി. ഇവിടെ കാണുന്നില്ല. ഇത് എവിടെ കൊണ്ട് വച്ചിരിക്കണം? ബഹളം വെക്കാതെ പാടേ. ഇതാ കിടക്കണ. അയക്കി കാശാണല്ലോ. എടാ, ഇത് നോട്ട് കെട്ടുന്നതാണല്ലോടാ. ഇതുവല്ല കള്ളനോട്ടിലായിരിക്കും ആശാനെ. അയ്യോ, നിനക്ക് പേടിയില്ല, നീ എടുക്കണ്ട. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ എടുത്തോളാം. നമുക്ക് പപ്പാതി എടുക്കാം. ഏത് പാതി? പപ്പാതി ആശാനെ ഒരുമാതിരി ഓടാപട്ടി. ഇത് നീ എടുത്തു വെച്ചോ. ഇത് ആർക്ക് വേണം? എനിക്ക് എന്റെ പകുതിയും വേണം. പകുതിയോ? നിനക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ള കഴുതേ? എനിക്ക് 3 പെമ്പിള്ളേർ കെട്ടിച്ചയക്കാനുള്ള. നീ ഒറ്റത്തടിയല്ലേ? ഒരുമാതിരി വൃത്തിയായിട്ട വർത്താനം പറഞ്ഞത് കേട്ടാ. വൃത്തിയിട്ട വർത്താനം പറഞ്ഞു നീ എന്ത് ചെയ്യടേ? എരപ്പേ എന്തോ ചെയ്യുന്നു? ഇനി എന്റെ സോമർ എടാ,
200 ചില്ലി കാശ് പോലും എനിക്ക് തരില്ല. വീട്ടിൽ പോകില്ല. വീട്ടിൽ പോകാം. സമ്മതം വേണോ? ഈ വിവരമെല്ലാം നീ പോലീസിന്റെ അടുത്തുകൂടി ഒന്ന് പറയണം. വരട്ടെ, ആ കാശും കൂടി എടുത്തിട്ട് വേണം പോലീസിന്റെ അടുത്ത് പോവാൻ. അതെവിടാ നീ വെച്ചിരിക്കുന്നത്? ഹലോ, ജ്യേഷ്ഠന്റെ പണം ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അയ്യോ, അനിയൻ ജ്യേഷ്ഠന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അതൊന്നും സാരമില്ല. എവിടെ നിന്ന് കിട്ടിയ ഐഡിയ ഒക്കെ? ഐഡിയയോ? ഹിന്ദി സിനിമ ധാരാളം കാണാറുണ്ടല്ലേ? ഈ പണം കണ്ടുപിടിക്കുന്നതിനിടയില് മാല നഷ്ടപ്പെട്ടു. പച്ചയോടെ തന്നെ ഉണ്ട്. ഈ ഫിലിം പെട്ടി കേസിൽ ഇനി ഒരു കണ്ണി പോലും ബാക്കി ഉണ്ടാവരുത്. 3 എണ്ണത്തിന് തട്ടേര്. പണം ഇന്ന് തന്നെ ചാവക്കാട് എത്തിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിരിക്കണം. മനസ്സിലായോ? അറ്റാക്ക്. ചേട്ടാ പെട്ടെന്ന് കഴിച്ചിട്ടു. 50-50 എടുക്കാം. എന്റെ അമിതാഭ് ബച്ചന്റെ ബിസ്ക്കറ്റ് കളയല്ലേട്ടാ. സാർ, ഈ കട്ടൻ കഴിച്ചിട്ടു. പതി എടുക്കാം. പറ്റിക്കോ? സത്യമായിട്ടില്ല, അത് കഴിച്ചോട്ടാ എന്റെ ഫോം മനസ്സിലാവുള്ളൂ. അയ്യോ, എന്റെ മുഖത്തിന്റെ ബിസ്ക്കറ്റ് എന്താ?
കള്ള ജ്യേഷ്ഠ, ഈ കേസിൽ ഒരു കണ്ണി പോലും ബാക്കി വെക്കില്ലല്ലേ? അവിടെ നിൽക്കണം. മിസ്റ്റർ ഗോപിനാഥ്, നിങ്ങളല്ലേ അന്ന് ആ കള്ളക്കടത്തുകാരെ പിടിക്കാൻ ഞങ്ങൾ സഹായിച്ചത്? അതെ സർ. സാർ ഇത് എന്റെ ഫ്രണ്ട് സാംസൺ. ഞങ്ങൾ രണ്ടുപേരും കള്ളക്കടത്തുകാർക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹലോ. ദേ, ഇതാണ് കക്ഷികൾ. വലിയാൻ നോക്കണ്ട. ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തന്നെ കണ്ട അന്നേ ഞാൻ നോട്ടമിട്ടതാ. ഫിലിം വെട്ടി മാറിപ്പോയ സംഭവമാണ് ഇപ്പൊ ഈ നഗരത്തിലെ സംസാര വിഷയം. ചൂടാറും മുമ്പേ അത് സിനിമയാക്കാൻ പോവുകയാണിവർ. ഇത് ഡയറക്ടർ, ഹലോ. ഇത് പ്രൊഡ്യൂസർ. ഹലോ. അതിലൊരു വേഷം നിന്റെ ഗോപിനാഥ മേനോന് കൊടുക്കാമെന്ന് ഇവർ സമ്മതിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാനാണ് അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ. സ്വാമി, എന്നെ അല്ല പൊക്കൊണ്ടത്, അവനെ. ആ, ദാ.